أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولي الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ആദ്യമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്കറിയാവുന്നത് പോലെ നമ്മളെല്ലാവരും റബീഉൽ അവൽ മാസത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. മാസം, ദിവസം എന്നിവയുമായി ബന്ധപ്പെട്ട ചില ദീനീ ഉസൂലുകളുണ്ട്, ദീനീ അടിത്തറകൾ. അതിലൊന്ന് മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ കൂടുതൽ പവിത്രമായ മാസങ്ങളാണ് എന്നുള്ളതാണ്. മാസങ്ങളുമായി ബന്ധപ്പെട്ട ദീനീ അടിത്തറകളിൽ പ്രാഥമികമായത് മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ കൂടുതൽ പവിത്രമായ മാസങ്ങളാണ്. പവിത്രമായ 4 മാസങ്ങൾ റജബ്, മുഹറം, ദുൽഖഅദ്, ദുൽഹിജ്ജ തുടങ്ങിയ 4 മാസങ്ങൾ. പിന്നീട് മഹത്വമേറിയ മാസം നമുക്കറിയാം റമളാൻ മാസം, ഖുർആൻ അവതീർണമായ മാസം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ഖുർആൻ ഇറങ്ങിയ മാസം, ആ മാസത്തിൽ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അനിവാര്യമായും നോമ്പ് നോൽക്കണം, നിർബന്ധമായും നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞ ഖുർആൻ ഇറങ്ങിയ റമളാൻ മാസമാണ് 5ാമത്തെ മഹത്വമേറിയ മാസം എന്ന് പറയുന്നത്. ഈ 5 മാസങ്ങളുടെ പവിത്രത, അതല്ലെങ്കിൽ മഹത്വം ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഈ 5 മാസങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് മാസങ്ങളിൽ ഒന്നിന് മറ്റേതിനേക്കാൾ പവിത്രതയുണ്ടെന്ന് പറയുക സാധ്യമല്ല. അതിന് പ്രാമാണികമായിട്ടുള്ള തെളിവുകൾ ഇല്ല. അത്തരം വാദഗതികളൊന്നും ഇസ്ലാമികമല്ല. അതിനാൽ റബീഉൽ അവ്വൽ മാസം, ഷഹ്റു റബീഉൽ അവ്വൽ, ശറഇന്റെ ദൃഷ്ടിയിൽ ഒരു സാധാരണ മാസമാണ്. പ്രത്യേക മഹത്വമൊന്നുമില്ലാത്ത, ശറഇയ്യായിട്ട് പ്രത്യേക മഹത്വമില്ലാത്ത ഒരു സാധാരണ മാസം. അതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം എന്ന നിലയ്ക്ക് അതിന് താരീഖിയായിട്ടുള്ള ഒരു അഹമ്മിയ ഉണ്ട്, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരു പ്രാധാന്യമുണ്ട്. പക്ഷെ ശറഇയ്യായിട്ട് പറയുമ്പോൾ ഒരു സാധാരണ മാസം എന്ന് മാത്രമേ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി ഡേറ്റുകളുടെ പ്രാധാന്യം പറയുമ്പോൾ, പ്രാധാന്യമുള്ള ഡേറ്റുകൾ ധാരാളമായി പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട്.
നമുക്കറിയാവുന്നതുപോലെ ദുൽഹിജ്ജ 9, 10, 11, 12, 13 ഇതെല്ലാം പ്രാധാന്യമുള്ള ഡേറ്റുകളാണ്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ മാസങ്ങളിലെ ഡേറ്റുകളും പ്രാധാന്യമുള്ളതാണ്. ഷവ്വാൽ 1 പ്രാധാന്യമുള്ളതാണ്. അതുപോലെ മുഹറം 9, 10 ഇതൊക്കെ പ്രാധാന്യമുള്ള ഡേറ്റുകളാണ്. പ്രമാണം കൊണ്ട്, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും മതപരമായി, ശർഈയായി, ദീനിയായി പ്രാധാന്യമുള്ള ഡേറ്റുകളാണ് മേൽപ്പറഞ്ഞ ഡേറ്റുകളെല്ലാം. എന്നാൽ റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നൊരു ഡേറ്റ് അങ്ങനെ ശർഈയായി പ്രാധാന്യമുള്ള ഒരു തീയതിയല്ല. കാരണം റസൂലുള്ളാഹി ജനിച്ചു എന്ന് പറയുന്നത് ഈ മാസത്തെ സംബന്ധിച്ചാണ്. പക്ഷേ പ്രവാചകൻ ഏത് ഡേറ്റിൽ ജനിച്ചു അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നത് റബീഉൽ അവ്വൽ 9 റസൂലുള്ളാഹി ജനിച്ചത്, 12 ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമില്ല. റബീഉൽ അവ്വൽ 9 ജനിച്ചതെന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും ഇനി 12 വന്നാൽ പോലും അത് ശർഈയായി പ്രാധാന്യമുള്ള ഒരു ഡേറ്റാണ് എന്ന് പ്രമാണങ്ങളിൽ നമുക്ക് കാണുക സാധ്യമല്ല. അതേസമയം തന്നെ ചരിത്രപരമായിട്ടുള്ളൊരു പ്രാധാന്യം സ്വാഭാവികമായിട്ടും അതിനുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഡേറ്റിൽ ജനിച്ചാലും പ്രവാചകൻ ജനിച്ച മാസം, അതുപോലെ തന്നെ വേറെയും പ്രവാചകന്റെ മരണം നടന്ന മാസം, അതുപോലെയുള്ള ധാരാളം പ്രാധാന്യമുള്ള ചരിത്രപരമായി, താരീഖിയായി, ഹിസ്റ്റോറിക്കലായിട്ട് പ്രാധാന്യമുള്ള മാസമാണ് റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ശർഅ് അനുവദിച്ച രീതിയിൽ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കാനും പ്രവാചക ചര്യ പ്രചരിപ്പിക്കുവാനും ഒരാൾ റബീഉൽ അവ്വൽ മാസത്തെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ മറ്റേത് മാസത്തെയും പോലെ അത് പുണ്യകരമായ കാര്യമാണ്. കാരണം പ്രവാചക ചര്യ പ്രചരിപ്പിക്കുവാനും പ്രവാചകന്റെ ചരിത്രം പറയാനും ഏത് മാസത്തെയും പ്രയോജനപ്പെടുത്താം. പക്ഷെ അതിനൊരു ശർഈ മുഖം നൽകുമ്പോൾ, അതിനൊരു ദീനീ മുഖം നൽകുമ്പോൾ, മതപരമായി കൂടുതൽ പുണ്യം ഈ മാസത്തിന് പ്രവാചകൻ അനുസ്മരിക്കുമ്പോഴുണ്ട് എന്ന രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് തെറ്റായിട്ട് വരുന്നത്. ഏതായാലും പ്രവാചക സ്നേഹമാണ് നമ്മുടെ കാതലായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. പ്രവാചക സ്നേഹം വേണം വിശ്വാസിക്ക്. അത് റബീഉൽ അവ്വലിൽ മാത്രം പോരാ, എല്ലാ മാസങ്ങളിലും എല്ലാ ഡേറ്റുകളിലും പ്രവാചക സ്നേഹം വിശ്വാസിയുടെ നിത്യജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. റബീഉൽ അവ്വലിലും വേണം, റബീഉൽ അവ്വൽ അല്ലാത്ത മാസങ്ങളിലും വേണം. ആ പ്രവാചക സ്നേഹത്തിന് 2 വശങ്ങളുണ്ട്. ആ 2 വശങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിൽ ഊന്നി വിശദീകരിക്കുന്നത്. ഒന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ വൈകാരികമായിട്ടുള്ള ബന്ധം. അതാണ് പ്രവാചക സ്നേഹത്തിന്റെ കാതലായ ഒന്നാമത്തെ വശം എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് ആ ഖുർആൻ പറഞ്ഞത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ വിശ്വാസികളോട് അവരുടെ ദേഹങ്ങളെക്കാൾ അടുത്ത് നിൽക്കുന്ന പ്രവാചകനാണ്. നമുക്ക് നമ്മളെക്കാൾ നമ്മോടടുത്ത് നിൽക്കുന്നത്, മറ്റൊരാളെ കുറിച്ചും അങ്ങനെ പറയുക സാധ്യമല്ല. കാരണം നമ്മളെക്കാൾ നമ്മോട് അടുത്ത് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് പോലും പറയുക സാധ്യമല്ലല്ലോ. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ കുറിച്ചും മക്കളെ കുറിച്ചും അങ്ങനെ പറയുക സാധ്യമല്ല. അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മെ സ്നേഹിച്ചതിന്റെ ശേഷമാണ്. പക്ഷെ പ്രവാചകൻ അങ്ങനെയല്ല സ്നേഹിക്കേണ്ടത്. അള്ളാഹുവോടുള്ള സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം, ഈ 2 സ്നേഹവും കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വന്തം നഫ്സിനോടുള്ള സ്നേഹം പോലും. അതാ ഖുർആൻ പറഞ്ഞത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ സത്യവിശ്വാസികളോട് അവരുടെ ശരീരങ്ങളെക്കാൾ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രവാചകനാണ്. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. ആ പ്രവാചകന്റെ പത്നിമാർ അവരുടെ മാതാക്കളാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വിധവയായിട്ടുള്ള ഭാര്യയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യൽ അനുവദനീയമാണ്. പക്ഷേ പ്രവാചക പത്നിമാർ അങ്ങനെ വിവാഹം ചെയ്യൽ അനുവദനീയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം പ്രവാചക പത്നിമാരെ മറ്റാരും വിവാഹം ചെയ്തിട്ടില്ല. കാരണം പ്രവാചകൻ അവരെ വിവാഹം ചെയ്തതോടുകൂടി അവർ സത്യവിശ്വാസികളുടെ എല്ലാവരുടെയും മാതാക്കളായിട്ട് മാറിയിരിക്കുന്നു. മാതാക്കളെ വിവാഹം ചെയ്യില്ലല്ലോ. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാണ്. വൗലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ലാഹി മിനൽ മുഅ്മിനീന വൽ മുഹാജിരീന ഇല്ലാ അൻ തഫഅലൂ ഇലാ ഔലിയാഇകും മഅറൂഫാ കാന ദാലിക ഫിൽ കിതാബി മസ്തൂറാ.
വൗലൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ലാഹ്. രക്തബന്ധുക്കളായ ആളുകൾ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശമുള്ളവരാണ്. അനന്തര സ്വത്തൊക്കെ വീതം വെക്കുമ്പോൾ രക്തബന്ധത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് വീതം വെക്കുന്നത്. കാരണം രക്തബന്ധുക്കൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശമുള്ള ആളുകളാണ്. മിനൽ മുഅ്മിനീന വൽ മുഹാജിരീൻ, സത്യവിശ്വാസികളെക്കാളും ഹിജ്റ ചെയ്തു വന്ന ആളുകളെക്കാളും ഒക്കെ രക്തബന്ധുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശമുള്ള ആളുകളാണ്. സത്യവിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. പക്ഷെ അതിൽ തന്നെ രക്തബന്ധുക്കളായ സത്യവിശ്വാസികൾ പരസ്പരമുള്ള ബന്ധമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അനന്തര സ്വത്തിലടക്കം അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശമുള്ളവരാണ്. മിനൽ മുഅ്മിനീന വൽ മുഹാജിരീന, സാധാരണ സത്യവിശ്വാസികളെക്കാളും ഹിജ്റ ചെയ്തു വന്ന ആളുകളെക്കാളും എല്ലാം ഇല്ലാ അൻ തഫ്അലൂ ഇലാ ഔലിയാഇകും മഅറൂഫാ. തുടർന്ന് ഖുർആൻ പറയാണ്, അല്ലാഹു പറയാണ്, ഇല്ലാ അൻ തഫ്അലൂ ഇലാ ഔലിയാഇകും മഅറൂഫാ, നിങ്ങൾ നിങ്ങളുടെ മിത്രങ്ങൾക്ക് വല്ല നന്മയും അധികമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതായത് കുടുംബ ബന്ധുക്കൾ അനന്തര സ്വത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരാൾ മരിച്ചാൽ അയാളുടെ അനന്തര സ്വത്തായിട്ട് അയാളുടെ കുടുംബ ബന്ധുക്കൾ, രക്തബന്ധുക്കൾ അനന്തരമെടുക്കും. അതാണ് ശറഈന്റെയും നിയമം എന്ന് പറയുന്നത്. അതാരൊക്കെ ആരുടെയൊക്കെ അനന്തരം എടുക്കണമെന്ന് കൃത്യമായിട്ട് അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് സത്യവിശ്വാസികളോടുള്ള ബന്ധവും നിങ്ങൾക്കുണ്ട്. അവരോടുള്ള സാഹോദര്യ ബന്ധം, അവരോടുള്ള മൈത്രീ ബന്ധം. ആ സത്യവിശ്വാസികൾക്ക് എന്തെങ്കിലും നൽകാൻ, അത്രയ്ക്ക് രക്തബന്ധമൊന്നും ഇല്ലാത്ത സത്യവിശ്വാസികൾക്ക് എന്തെങ്കിലും ദാനമായിട്ടോ സമ്മാനമായിട്ടോ ഒക്കെ നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നല്ല കാര്യമാണ്. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. കാനദാലിക ഫിൽ കിതാബി മസ്തൂറാ, ഇതെല്ലാം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് ഈ വചനത്തിന്റെ തുടക്കം? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, പ്രവാചകൻ സത്യവിശ്വാസികളുടെ അവരുടെ ദേഹങ്ങളെക്കാൾ ബന്ധപ്പെട്ട പ്രവാചകനാണ്. അതാണ് സഹോദരങ്ങളെ പ്രവാചകനുമായിട്ടുള്ള വിശ്വാസികളുടെ ബന്ധം എന്ന് പറയുന്നത്. നമുക്ക് നമ്മേക്കാൾ നമ്മോട് ബന്ധപ്പെട്ടത് അള്ളാഹുവാണ്. ഒന്നാമതായി നമുക്ക് നമ്മേക്കാൾ നമ്മോട് ബന്ധപ്പെട്ടത്. കാരണം നമ്മുടെ താല്പര്യത്തെക്കാൾ അള്ളാഹു പറഞ്ഞതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ താല്പര്യത്തെക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണം എന്ന് പറയുന്ന നിരുപാധികമായിട്ടുള്ള അനുസരണമാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുന്നില്ല അയാളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മുഴുവൻ ആളുകളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ, എല്ലാവരെക്കാളും വലിയ പ്രിയം പ്രവാചകനോടാവുന്നത് വരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാളും അതുവരെ സത്യവിശ്വാസിയാവുന്നില്ല. പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശക്തമായിരിക്കണം. പരമമായ സ്നേഹം, എല്ലാറ്റിനുപരിയായ സ്നേഹം അല്ലാഹുവോടാണ്. ആ സ്നേഹം കഴിഞ്ഞാൽ നമുക്ക് നമ്മെക്കാൾ സ്നേഹം ഉണ്ടാവേണ്ട പ്രവാചകനോടാണ്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് നടക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, പ്രവാചകരെ വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. വികാരാതീതമായ അവസ്ഥയിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകരെ എനിക്ക് എന്നെ കഴിച്ചാൽ ഏറ്റവും അധികം സ്നേഹമുള്ളത് പ്രവാചകരെ അങ്ങയോടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ അതുപോരാ, നിന്നെക്കാൾ നിനക്ക് എന്നോട് സ്നേഹം വേണം. നിന്നെ കഴിച്ചിട്ടല്ല, നിന്നെക്കാൾ നിനക്ക് എന്നോട് സ്നേഹം വേണം. അപ്പോഴേ നീ പൂർണ്ണ വിശ്വാസിയാവുകയുള്ളൂ. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി പറയുന്ന, പ്രവാചകരെ വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്നെക്കാൾ എനിക്കിഷ്ടം അങ്ങയെയാണ്. അൽആന യാ ഉമറു, ഇപ്പോഴാണ് ഉമറേ നിന്റെ വിശ്വാസം പൂർണ്ണമായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പമാണ്. അത് നിലനിർത്തുക എന്നുള്ളതാണ്. അൻസാറുകളിൽപ്പെട്ട സ്വഹാബി സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മസ്ജിദുൻ നബവിയിൽ എപ്പോഴും ഉണ്ടാവുന്ന സ്വഹാബിയാണ്. അസ്ഹാബു സുഫയിൽപ്പെട്ട സ്വഹാബി, എപ്പോഴും റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ സഹവസിച്ച് ജീവിക്കുന്ന മഹാന്മാരായ സ്വഹാബിമാർ. അബൂ ഹുറൈറയെ പോലെ റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള സ്വഹാബിയാണ് നമ്മളീ പറഞ്ഞ സൗബാൻ റളിയല്ലാഹു അൻഹു.
പ്രവാചകന്റെ കൂടെ മദീനയിലുണ്ടായിരുന്നു, മസ്ജിദുൻ നബവിയിലുണ്ടായിരുന്നു. മസ്ജിദുൻ നബവിയിൽ നിന്ന് അത്യാവശ്യത്തിന് പ്രവാചകൻ വീട്ടിലേക്ക് പോയപ്പോ പിന്നാലെ പോന്നിരിക്കുകയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഖത്തോട് മുഖം നോക്കി കരയുകയാണ് സൗബാൻ. എന്തിനാണ് നീ കരയുന്നത്? സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകരെ, ഞാൻ എന്നെ കുറിച്ച് ഓർത്താണ് കരയുന്നത്. എന്താ പ്രശ്നം? പ്രവാചകരെ, നമ്മളെപ്പോഴും ഒരുമിച്ചാണല്ലോ. അങ്ങ് മസ്ജിദുൻ നബവിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ കൂടെ, അങ്ങ് എങ്ങോട്ടെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ അവിടെയെല്ലാം അങ്ങയുടെ കൂടെ നിത്യ സഹവാസിയാണ് ഞാൻ. പ്രവാചകരെ, അങ്ങ് വഫാത്തായി കഴിഞ്ഞാൽ, അങ്ങ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, ഞാനും അള്ളാഹുവിന്റെ അടുക്കലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, എനിക്ക് സ്വർഗം ലഭിച്ചാൽ പോലും അങ്ങേറ്റവും ഉന്നതമായ പദവിയിലായിരിക്കുമല്ലോ. അങ്ങയുടെ കൂടെ സഹവസിക്കാനും അങ്ങയുടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാനും എനിക്ക് കഴിയില്ലല്ലോ പ്രവാചകരെ. എനിക്ക് വല്ലാത്ത ആത്മനിർവൃതിയാണ്, വല്ലാത്ത കുളിരാണ്, വല്ലാത്ത സന്തോഷമാണ് പ്രവാചകരെ അങ്ങയുടെ മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അങ്ങേറ്റവും ഉന്നതമായ പദവിയിലായിരിക്കും. അങ്ങയെ കാണാൻ, അങ്ങയുടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുവാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. എങ്ങനെ സമാധാനിപ്പിക്കും സൗബാനെ? വികാരാതീതനായ സൗബാനെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നോർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യസനിച്ചുകൊണ്ട്, ദുഃഖിച്ചുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 69-ാമത്തെ വചനമിറങ്ങുന്നത്. സൗബാനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഖുർആൻ വചനമിറക്കുകയാണ്. വചനമിറക്കുകയാണ്. അല്ലാഹു പറയാണ്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. പ്രയാസപ്പെടേണ്ട സൗബാനെ പോലെ ഒരു സത്യവിശ്വാസിയും പ്രയാസപ്പെടേണ്ട. വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ച് ജീവിച്ചാൽ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അക്കൂട്ടരെ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ അല്ലാഹു ഒരുമിപ്പിക്കുന്നതാണ്, ഒരുമിച്ച് കൂട്ടുന്നതാണ്. അവർ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. വേണ്ടതെന്താ? അള്ളാഹിനെ റസൂലിനെ അനുസരിച്ച് ജീവിക്കുക. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച്, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ട് ജീവിച്ചാൽ, ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, പ്രവാചകന്മാരുടെ കൂടെ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാരുടെ കൂടെ തന്നെയായിരിക്കും അവർ, വേറെയല്ല. പ്രവാചകൻ ഒരിടത്തും അവർ വേറെയിടത്തും എന്നതല്ല. എപ്പോഴും ഈ ദുനിയാവിൽ നിങ്ങൾക്ക്, ഈ ലോകത്ത് നിങ്ങൾക്ക് പ്രവാചകനെ കണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആത്മനിർവൃതിയോടെ, സന്തോഷത്തോടെ, കുളിരോടെ, നല്ല മനസ്സോടെ, മനസ്സ് നിറച്ച് നിങ്ങൾക്ക് പ്രവാചകനെ കാണാം. വേണ്ടതെന്താ? നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എങ്കിൽ അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു തആല നാളെ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും ഒരുമിപ്പിക്കുക. പ്രവാചകന്മാരാൽ, സുദ്ദീഖുകളാൽ, ഖുലഫാഉർ റാഷിദുകളാൽ, അതുപോലെ രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ, ഇങ്ങനെയുള്ള അല്ലാഹു അനുഗ്രഹിച്ചവരുണ്ടല്ലോ, അവരുടെ കൂടെ തന്നെയായിരിക്കും നാളെ പരലോകത്തൊക്കെ അവർ ഒരുമിച്ച് കൂട്ടുക. വഹസുന ഉലൈക റഫീഖാ. ആ സൗഹൃദം എത്ര നല്ല സൗഹൃദമാണ്, എത്ര മനോഹരമായ സൗഹൃദമാണ് ആ സൗഹൃദം എന്ന് പറയുന്നു. സഹോദരങ്ങളെ, ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടുള്ള ആ വൈകാരികമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നു. അത് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗം തന്നെയാണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ കൊണ്ടുപോകുമ്പോ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ചോദിക്കുന്നുണ്ട്, അല്ല ഖുബൈബ്, നീ നിന്റെ വീട്ടിൽ സുഖമായിരിക്കുകയാണ്, വീട്ടിൽ വിശ്രമിക്കുകയാണ്, കടന്നുറങ്ങുകയാണ്, നിന്റെ സ്ഥാനത്ത് ഞങ്ങൾ മുഹമ്മദിനെയാണ് കൊല്ലാൻ കൊണ്ടുപോകുന്നത്, നിനക്കത് ഇഷ്ടമാവുമോ ഖുബൈബ്? ലാ വല്ലാഹി മാ യസുറുനി ദാലിക വലാ അയ്യശാക മുഹമ്മദർ റസൂലുള്ളാഹി ബിശൗക, മുഹമ്മദർ റസൂലുള്ളാഹി ബിശൗക, ലാ വല്ലാഹി മാ യസുറുനി ദാലിക്. ഒരു സന്തോഷം ഉണ്ടാവൂല. നിങ്ങൾ എന്നെ കൊന്നോളൂ, എനിക്ക് പ്രശ്നമില്ല. എന്റെ സ്ഥാനത്ത് നിങ്ങൾ മുഹമ്മദിനെ വധിച്ചാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രവാചകനെ വധിക്കാൻ കൊണ്ടുപോകുന്നതിൽ എനിക്കൊരു സന്തോഷം ഉണ്ടാവൂല. വലാ അയ്യശാക മുഹമ്മദർ റസൂലുള്ളാഹി ബിശൗക. എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്ന, പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല. എന്നിട്ടല്ലേ പ്രവാചകനെ വധിക്കാൻ ഞാൻ വിട്ടുതരുന്നത്? ആ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുന്നത് പോലും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്.
അബൂ സുഫിയാൻ അദ്ദേഹത്തിന്റെ യൗവനഘട്ടത്തിലൊന്നും ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ധാരാളം കാലം കഴിഞ്ഞല്ലേ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ആ കാലഘട്ടത്തിൽ ഈ സ്വഹാബിമാരുടെ, പ്രവാചക ശിഷ്യന്മാരുടെ പ്രവാചക സ്നേഹം കണ്ട് അത്ഭുതം കൂറുകയാണ് അബൂ സുഫിയാൻ. അദ്ദേഹം പറയാണ്, മാ റഅയ്തു അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരു നേതാവിനെയും അവരുടെ അനുയായികൾ സ്നേഹിച്ചിട്ടില്ല. ലോകത്തൊരു നേതാവിനെയും അവരുടെ അനുയായികൾ, മുഹമ്മദിന്റെ അനുയായികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഇസ്ലാം സ്വീകരിക്കാത്ത കാലത്ത് അബൂ സുഫിയാൻ പറയാണ്, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതാണ് സ്വഹാബിമാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന ആ വൈകാരികമായ അടുപ്പം എന്ന് പറയുന്നത്. എങ്ങനെയാ നമ്മൾ ഈ വൈകാരികമായ അടുപ്പം പ്രകടിപ്പിക്കുക? പ്രവാചകൻ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നീങ്ങി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് നീങ്ങിയതിനു ശേഷം പ്രവാചകനോടുള്ള വൈകാരികമായ അടുപ്പം നിലനിർത്താൻ എന്ത് വേണം? സ്വലാത്ത് സലാമുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ വഴി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പ്രവാചകന്റെ നന്മയ്ക്ക്, പ്രവാചകന്റെ ഗുണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, സ്വലാത്ത് സലാമുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകന് നന്മയും ഗുണവും, പ്രവാചകന് രക്ഷയും ലഭിക്കാൻ നാം അല്ലാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. എന്നിത്യാദിയുള്ള സ്വലാത്തുകൾ, പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. പക്ഷെ അത് പ്രവാചകനോടുള്ള പ്രാർത്ഥനയാവാൻ പാടില്ല. പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അത് പ്രവാചകനോടുള്ള പ്രാർത്ഥനയായിട്ട് മാറുന്നു എന്നുള്ളതാണ് കാലഘട്ടത്തിന്റെ ദുരന്തം എന്ന് പറയുന്നത്. അതാണ് മൗലിദുകൾ, പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന വരികൾ. ഇർതകബതു അലൽ ഖത ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കൂ ഫിഹി യാ സയ്യിദി ഖൈറൻ നബി. പ്രവാചകനോട് പ്രാർത്ഥിക്കുകയാണ്, പ്രവാചകരെ, ഒരുപാട് പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, എണ്ണമില്ലാതെ കണക്കില്ലാതെ തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പ്രവാചകരെ, അങ്ങയോട് പരാതിപ്പെടുന്നു, എന്റെ നേതാവായ സൃഷ്ടികളിൽ അത്യുത്തമനായ നബിയേ. ഇതാണ് അബദ്ധം. അത് പ്രവാചകനോടാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളോട് പറഞ്ഞത് പ്രവാചകന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ്. അതാണ് സ്വലാത്ത്, അതാണ് സലാം എന്ന് പറയുന്ന. സഹോദരങ്ങളെ, പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന വരികൾ അത് ധാരാളം മൗലിദുകളിലുണ്ട് എന്നുള്ളതാണ്. അവിടെയാണത് ഷിർക്കുമായിട്ട് കൂടിക്കലരുന്നത്. അത് മുഴുവൻ ഷിർക്കാണെന്നല്ല പറഞ്ഞത്, പക്ഷേ ഷിർക്കിന്റെ വരികൾ ധാരാളം അടങ്ങിയിരിക്കുന്നു. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീറു ഫഅഗ്സ്നി വഅജിർനി യാ മുജീർ മിനസ് സഈർ. മൗലിദുകളിലുള്ള വരിയാണ് അബ്ദുക്കൽ മിസ്കീനു യർജു. സാധുവായ അങ്ങയുടെ അടിമ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഫളലക്കൽ ജമ്മൽ ഗഫീറു, അവിടുത്തെ ഔദാര്യം ധാരാളമായി. സാധുവായ അങ്ങയുടെ അടിമ പ്രതീക്ഷിക്കുകയാണ്. പ്രവാചകനോട് പറയാണ്, അള്ളാഹുവിന്റെ അടിമകളാവേണ്ടുന്ന മനുഷ്യർ. അങ്ങയുടെ അടിമ എന്നുള്ള പ്രയോഗം, ഇനി അടിമ എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ എടുക്കേണ്ട, അടിമകളൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു അടിമ എന്നതാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊക്കെ വിശദീകരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇനി വരാൻ പോകുന്ന വരികളൊക്കെ അതിനേക്കാൾ അപകടകരമാണ്. ഫീക ഖദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നദീറു. അത് നല്ല വരിയാണ്. ഫീക ഖദ് അഹ്സൻതു വന്നി, പ്രവാചകരെ, അങ്ങയിലുള്ള എന്റെ വിചാരം ഞാൻ നന്നാക്കിയിരിക്കുന്നു. യാ ബശീറു യാ നദീർ, സന്തോഷ വാർത്ത അറിയിക്കുന്ന മുന്നറിയിപ്പുകാരനായ പ്രവാചകരെ. തുടർന്ന് വരുന്ന വരിയോ അതാണ് അപകടം. ഫഅഗ്സ്നി വഅജിർനി യാ മുജീർ മിനസ് സഈർ ഫഅഗ്സ്നി വഅജിർനി. പ്രവാചകരെ, എന്നെ സഹായിക്കണമേ. വഅജിർനി, എനിക്ക് അഭയം നൽകണമേ. യാ മുജീർ മിനസ് സഈർ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് അഭയം നൽകുന്ന പ്രവാചകരെ, എന്നെ സഹായിക്കണമേ, എനിക്ക് അഭയം നൽകണമേ. കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? പൂർണ്ണമായി ഏതർത്ഥത്തിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നറിഞ്ഞുകൂടാ. ഏതായാലും സൃഷ്ടാവിനോടുള്ള തേട്ടത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ധാരാളം പദങ്ങൾ പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ് ഇതിലെ അപകടം എന്ന് പറയുന്നത്.
തൗഹീദിനെ നിരക്കാത്ത ധാരാളം വരികൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള, ഉള്ളടക്കം ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മൗലിദുകൾ. റബീഉൽ അവ്വലിലും മറ്റുമൊക്കെയായിട്ട് ആളുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലിദുകൾ എന്ന് പറയുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഇത്തരം ഈരടികൾ എഴുന്നള്ളിക്കുന്നത് യഥാർത്ഥ മുഹിബ്ബുർ റസൂൽ, യഥാർത്ഥ പ്രവാചക സ്നേഹികൾക്ക് ചേർന്നതല്ല എന്നുള്ളതാണ്. കാരണം പ്രവാചകൻ അങ്ങനെയുള്ള പരിധിവിട്ട സ്നേഹപ്രകടനങ്ങളെ ഒഴിവാക്കാനാ പറഞ്ഞിട്ടുള്ളത്. ദഫ് മുട്ടിക്കൊണ്ട് സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോ മദീനയിലെ സ്വഹാബിമാർ, അവിടുത്തെ പെൺകുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. പ്രകീർത്തിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു വചനം ഇപ്രകാരമായിരുന്നു, ഒരു പാട്ട് ഇപ്രകാരമായിരുന്നു: വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. നാളത്തെ കാര്യമറിയുന്ന പ്രവാചകൻ നമുക്കിടയിലുണ്ട്. നാളത്തെ കാര്യമറിയുന്ന പ്രവാചകൻ, നാളത്തെ കാര്യമറിയുന്ന നബിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ, നേരത്തെ പാടിയ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷെ ഇത് പാടാൻ പാടില്ല, ഇങ്ങനെയൊന്നും പാടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മദ്ഹുർ റസൂൽ അഥവാ പ്രവാചക കീർത്തനം നല്ല കാര്യമാണ്. പക്ഷെ റസൂലുള്ളാഹിയെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തുന്ന ഉലൂഹിയത്തിന്റെ അംശങ്ങൾ പ്രവാചകനിലേക്ക് ചേർത്തി വെക്കുന്ന രീതിയിലുള്ള പ്രകീർത്തനങ്ങൾ ശരിയല്ല. അത് തൗഹീദിനെതിരാണ്. തൗഹീദിനെതിരായ കാര്യം മദ്ഹുർ റസൂലിന്റെ പേരിൽ കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം വിശുദ്ധ ഖുർആൻ അതാണല്ലോ പറഞ്ഞ, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ചോദിക്കുമ്പോൾ അള്ളാഹിനോട് മാത്രം ചോദിക്കാനാ പ്രവാചകൻ പോലും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ഊന്നി ഊന്നി വിശദീകരിച്ചത് അതാണ്, തൗഹീദാണ്. വൈദാ സഅൽത ഫസ്അലില്ലാഹ് വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് മാത്രം ചോദിക്ക്. സഹായാർത്ഥന നടത്തുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായാർത്ഥന നടത്ത്. റബ്ബിനോട് മാത്രം ചോദിക്കാനാ പറഞ്ഞത്. ലാ തതുറൂനി കമാ അതറത്തിൻ നസ്വാറാ ഇബ്ന മറിയം. ക്രൈസ്തവർ ഈസബിന് മറിയമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. പുകഴ്ത്തിക്കോളി, നല്ല കാര്യമാണ്. നേതാവിനെ പ്രശംസിക്കുന്നതിൽ നിന്നും ഒരു കുഴപ്പവുമില്ല. എത്രയും പ്രവാചകനെ പ്രശംസിച്ചുകൊണ്ട് പറയാം. പക്ഷേ ഇബ്നു മറിയം, മസീഹ് ഇബ്നു മറിയമിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ പ്രകീർത്തിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രകീർത്തിക്കാൻ പാടില്ല. അതിന് ദിവ്യത്വത്തിലേക്കും ദിവ്യപുത്രനാണെന്ന് പറയുന്ന അവസ്ഥയിലേക്കും ഒക്കെ എത്തിപ്പെട്ടു. അങ്ങനെയൊന്നും നിങ്ങൾ വ്യതിചലിച്ചു പോവാൻ പാടില്ല. ഇന്നമാ അന അബ്ദുൻ, നിശ്ചയം ഞാൻ ഒരു അടിമയാണ്, അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു. നിങ്ങൾ പറയേണ്ടത് അള്ളാഹുവിന്റെ അടിമ, അള്ളാന്റെ ദൂതൻ എന്നാണ്. അള്ളാന്റെ അടിമ, അള്ളാന്റെ ദൂതൻ. ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള പുകഴ്ത്തലാണ് എനിക്ക് വേണ്ടത്. അതിനപ്പുറത്ത് ഉലൂഹിയത്തിന്റെ അംശങ്ങൾ എന്നിലേക്ക് ചേർത്ത് വെക്കുന്ന രീതിയിൽ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മഹാന്മാരായ സ്വഹാബിമാർക്കിടയിൽ തർക്കമുണ്ടായാൽ ഉടനെ പ്രവാചകനെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വലാത്ത് ചെല്ലാൻ പറയാണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അതിനൊക്കെ വലിയ മഹത്വമുണ്ട്. സ്വലാത്തിനും സലാമിനൊക്കെ വലിയ മഹത്വമുണ്ട്. മൻ സല്ലാ അലയ്യ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി ബിഅശ്ർ, 10 തവണ പടച്ചതമ്പുരാൻ അയാൾ അനുഗ്രഹിക്കുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പ്രാവശ്യം അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ 10 തവണ അള്ളാഹു അയാളെ അനുഗ്രഹിക്കുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ സ്വലാത്തുകൾ എന്ന് പറഞ്ഞാൽ അത് നാവിൽ മാത്രം ഉരുവിടേണ്ട ഒരു സംഗതിയല്ല. അതുകൊണ്ട് ആ സ്വഹാബിമാരെ തർക്കമുണ്ടായാൽ ഔസും ഖസ്റജും പഴയൊരു തർക്കമങ്ങ് ഉത്ഭവിച്ചു എന്ന് വെക്കുക. ഉടനെ രണ്ടാളെ തർക്കിക്കുകയാണെങ്കിൽ മൂന്നാമത്തെയാൾ എഴുന്നേറ്റെന്ന് പറയും, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ഓർമ്മ എല്ലാ തർക്കവും അവരിൽ അവസാനിപ്പിക്കുമെന്നുള്ളതാണ്. കാരണം പരസ്പരം തർക്കിച്ച് ഇപ്പറഞ്ഞതുപോലെ ഖൗസും ഖസ്റജുമായി, മുഹാജിറും അൻസാറുമായിട്ട് ജീവിച്ചത് മക്കയിലും മദീനയിലും ഒക്കെയായി ജീവിച്ചിരുന്ന ആളുകളെയാണ്. ഔസും ഖസ്റജുമായി ജീവിച്ചിരുന്ന ആളുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഏകോദര സഹോദരന്മാരാക്കി മാറ്റിയത്. ഈ പ്രവാചകനാണ് അവർക്കിടയിൽ ഐക്യമുണ്ടാക്കിയത്.
അള്ളാഹു അവരുടെ മനസ്സിനെ ഇണക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ മനസ്സ് ഇണങ്ങിപ്പോവില്ലായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവും പ്രവാചകനും ഇണക്കിയ മനസ്സാണ്. ആ പ്രവാചകനെ കുറിച്ച് അങ്ങ് ഓർക്കുമ്പോൾ എല്ലാ തർക്കവും അവസാനിക്കും. അതുകൊണ്ട് തർക്കിക്കുന്ന ആളുകളെ കണ്ടാൽ, വഴക്കിടുന്ന ആളുകളെ കണ്ടാൽ സ്വഹാബിമാരെന്താ പറയാ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. കാരണം അവരുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ വായിൽ മാത്രമായിരുന്നില്ല, അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്വലാത്തായിരുന്നു. ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രവാചക സ്മരണയായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ സ്വലാത്ത് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതൊക്കെ അവസ്ഥയൊക്കെ മാറി. ഇന്ന് അവസ്ഥയൊക്കെ മാറി. ഇന്ന് സ്വലാത്ത് വാർഷികങ്ങളും സ്വലാത്ത് സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്ന കാലമാണ്. ഒരു കൂട്ടർ ഒരു നല്ല സ്വലാത്ത്, കുറച്ച് ആളുകളെ വെച്ചൊരു നല്ല സ്വലാത്ത്, ഒരു സംഘടന സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ കവച്ചു വെക്കുന്ന രീതിയിൽ ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കുന്ന സ്വലാത്ത് മറ്റൊരു കൂട്ടർ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ സ്വലാത്ത് മത്സരങ്ങൾ നടക്കുന്ന കാലമാണ്. അതല്ല, സ്വലാത്ത് എന്ന് പറയുന്നത് പ്രവാചകനോടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധം വിശ്വാസി പ്രകടിപ്പിക്കലാണ്. അള്ളാഹുവിനോട് പ്രവാചകന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. അതൊരിക്കലും പ്രവാചകനോട് നടത്തുന്ന പ്രാർത്ഥനയല്ല. അതൊരിക്കലും കേവലം നാവുകൊണ്ട് ഉരുവിടലല്ല. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആവിഷ്കാരമാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രവാചകനോടുള്ള സ്നേഹമാണ്. ആ വൈകാരികമായ ബന്ധമാണ് പ്രവാചക സ്നേഹത്തിന്റെ കാതലായ ഒന്നാമത്തെ വശമെങ്കിൽ, രണ്ടാമത്തെ വശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ പിന്തുടരുക എന്നുള്ളതാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. നിശ്ചയം അല്ലാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ടെന്ന. അല്ലാഹുവിലും അതുപോലെ തന്നെ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക്, അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾക്ക് പ്രവാചകനിൽ ഉസ്വയുണ്ട്, മാതൃകയുണ്ട്, ഉത്തമ മാതൃകയുണ്ട്. ഖുർആൻ പറയാ, മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി ഫഇന്നഹു മഈ ഫിൽ ജന്ന. ആരെങ്കിലും എന്റെ മാതൃകയെ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഇഷ്ടപ്പെട്ടു, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ നിശ്ചയം അയാൾ എന്റെ കൂടെ സ്വർഗത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എന്റെ ചര്യയെ സ്നേഹിക്കുക, എന്റെ മാതൃകയെ പിന്തുടരുക എന്നുള്ളതാണ്. അത് വേറിട്ട മാതൃകയാണ്. ലോകത്ത് ഒരുപാട് മാതൃകകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ സമ്പൂർണമായ മാതൃകകൾ ഉണ്ടായിട്ടില്ല. അൽ ഉസ്വത്തുൽ കാമില, സമ്പൂർണമായ മാതൃക ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും നമുക്കറിയാം ഒരുപാട് വലിയ വലിയ ആളുകൾ എപ്രകാരമാണ് സമൂഹത്തിൽ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ ആധുനികമായിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. എല്ലാ കാലവും അങ്ങനെയാണ്. മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അപൂർണതകൾ നിറഞ്ഞതാണ്. പൂർണ്ണതയുള്ള വ്യക്തിത്വം എന്ന് പറയുന്ന അഷ്ഖ്സിയൽ കാമില എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം മാത്രമാണ്. നമ്മൾ ഓർത്തു നോക്കുക, പഠിച്ചു നോക്കുക. നമുക്കറിയാം ലോകത്ത് വന്ന വലിയ വലിയ മഹാന്മാർ. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. രാജ്യത്തിന് വേണ്ടി ധാരാളം സേവനങ്ങൾ, മനുഷ്യർക്ക് വേണ്ടി ധാരാളം സേവനങ്ങൾ, ജനസേവനത്തെ ദൈവാരാധനയായി കണ്ട് പണിയെടുത്ത ആ വലിയ ത്യാഗി. ആ ത്യാഗിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് നാവുകൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അങ്ങനെ ഓരോ വലിയ വലിയ മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഗാന്ധിജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം, ആ കുടുംബത്തിന് എവിടെയോ ചില അതൃപ്തികളെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഓരോ വ്യക്തികളും യഥാർത്ഥത്തിൽ അവർക്ക് ഒരുപാട്, നമ്മളെല്ലാവരും അങ്ങനെയാണ്, ഓരോ മനുഷ്യരും അങ്ങനെയാണ്. പക്ഷെ മഹാന്മാർ എന്ന് വിധിയെഴുതിയ ആളുകൾ പോലും പലപ്പോഴും അപൂർണതകൾ ഉള്ളവരായിരുന്നുവെന്ന്, അവരുടെ വ്യക്തിത്വത്തിൽ അപൂർണതകൾ ഉള്ളവരായിരുന്നുവെന്ന് ചരിത്രമെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ലിയോ ടോൾസ്റ്റോയ് വലിയ സാഹിത്യകാരനാണ്, സാഹിത്യരംഗത്തുള്ള ഒരു പ്രതിഭയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും അദ്ദേഹം ഒരു ലൈംഗിക രാക്ഷസനായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള പ്രതിഭകൾ നമുക്കറിയാം. ഇന്ന് സിനിമാക്കാരൊക്കെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ അരാജക ജീവിതം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത് എന്താണ്? മനുഷ്യന്റെ അപൂർണതകൾ. അതൊക്കെ തിരുത്തേണ്ടുന്ന, കറക്റ്റ് ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇനി എത്ര കറക്റ്റ് ചെയ്താലും മനുഷ്യർക്കുണ്ടാവുന്ന ഒരുപാട് അപൂർണതകൾ കൂടി എല്ലാ ജീവിതത്തിന്റെയും കൂടെയുണ്ട് എന്നുള്ളതാണ്. ഒന്നിനെയും ന്യായീകരിക്കല്ല. പക്ഷേ വലിയ വലിയ വ്യക്തിത്വങ്ങൾ പോലും എല്ലാവർക്കും അപൂർണതകളുണ്ട് എന്നുള്ളതാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് വലിയ മനഃശാസ്ത്രജ്ഞനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം പറയാണ്, അദ്ദേഹത്തിന്റെ മനഃശാസ്ത്ര തത്വങ്ങളൊന്നും വീട്ടിൽ വിജയിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ പറയാണ്,
മനഃശാസ്ത്രമൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ ഫിലോസഫിയായി, അതിന്റെ തത്വമായിട്ട് ധാരാളം കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീട്ടിൽ മനഃശാസ്ത്ര തത്വങ്ങളൊന്നും വിജയിക്കാറുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ തന്നെ ഭാര്യ പറയുമ്പോൾ, സഹോദരങ്ങളെ, പ്രവാചകനെ കുറിച്ച് ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഗൗരവത്തിൽ പഠിക്കേണ്ടത്. പ്രവാചകൻ എല്ലാവരും നന്മ മാത്രം പറഞ്ഞു, എല്ലാവരും മാതൃകയാണെന്ന് പറഞ്ഞു. പൊതു നേതാവ് എന്ന അർത്ഥത്തിൽ, ഭരണാധികാരി എന്ന അർത്ഥത്തിൽ മാതൃക. അനുയായികളെ രണാങ്കലത്തിലേക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ട് കൂടാരത്തിൽ വിശ്രമിക്കുന്ന ഒരു നേതാവല്ല പ്രവാചകൻ. അനുയായികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പട നയിക്കുന്ന നായകൻ. അനബിന് അബ്ദുൽ മുത്തലിബ് അനന്നബിയുൽ അക്ദിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പുത്രനാണ്, ഞാൻ പ്രവാചകനാണ്, കള്ളമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പോരാടുന്ന പ്രവാചകൻ. അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ വന്ന് മുത്തം വെക്കാൻ വന്നപ്പോൾ പ്രവാചകൻ തിരുത്തുകയാണ്, ഞാൻ കിസ്രയെയും കൈസറിനെയുമല്ല പ്രതിനിധാനം ചെയ്യുന്നത്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്. അതാണ് പൊതുരംഗത്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മാതൃകയെങ്കിൽ എങ്ങനെയാ പ്രവാചകൻ വീട്ടിൽ പൊതുരംഗത്ത് മാതൃകയാവുന്ന പലരും? വീട്ടിലെ കുട്ടികളോടും ഭാര്യയോടും ഒക്കെ മോശമായിട്ട് പെരുമാറുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അത് അന്നും ഉണ്ടാവാം, അതുകൊണ്ടായിരിക്കാം അവർ പ്രവാചകന്റെ വീട്ടിലേക്ക് തന്നെ പോയത്. പ്രവാചകന്റെ വീട്ടിൽ പ്രവാചകന്റെ പത്നിമാരോട് എങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പെരുമാറുന്നത്? ഓരോ ഭാര്യമാരും പറഞ്ഞു, കാന ഖുലുഖുഹു ഖുർആന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പെരുമാറ്റം ഖുർആനാണ്. ഖുർആൻ യംശി അലൽ അർദ്, ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ പിന്തുടരാനാണ് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ പ്രവാചകന്റെ മാതൃകളെ പിന്തുടരാനാണ് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. സത്യവിശ്വാസികളുടെ മാതാക്കളോട് എങ്ങനെ പ്രവാചകൻ പെരുമാറിയോ അതേ മാതൃകയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ വീട്ടുകാരോട്, നമ്മുടെ മക്കളോട് നമ്മൾ പെരുമാറണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതാണ് അല്ലാഹുവിന്റെ റസൂലിൽ നമുക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും മാതൃകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇന്നത്തെ മുസ്ലിം കുടുംബങ്ങൾ പോലും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ കുടുംബിനികൾക്ക്, നമ്മുടെ മക്കൾക്ക് ആ മാതൃകകൾ, ആ സന്തോഷം നമ്മിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇന്നും സമൂഹത്തിൽ സ്ത്രീധനത്തിന്റെയും ഗാർഹിക പീഡനത്തിന്റെയും പേരിലുള്ള ധാരാളം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് പോലും എവിടെയാ പ്രവാചകനെ പഠിക്കേണ്ടത്? ഗൗരവത്തിൽ പഠിക്കേണ്ടത്. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറയുന്നത് കുടുംബത്തോട് ഏറ്റവും നല്ല മാതൃകയിൽ പെരുമാറുന്നവരാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നയാളാണ്, ഏറ്റവും നല്ല മാതൃകയെ അവലംബിക്കുന്നയാളാണ്. അതുകൊണ്ട് ആ ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പത്നിമാരും, സത്യവിശ്വാസികളുടെ ഓരോ മാതാക്കളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം. രണ്ട് കാര്യമാണ് നമ്മൾ പറഞ്ഞു. ഒന്ന്, പ്രവാചകനോടുള്ള വൈകാരികമായ ബന്ധം. അത് സ്വലാത്ത് സലാമുകൾ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മളത് നിർവഹിക്കേണ്ടത്. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മാതൃകകൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ പ്രവാചകന്റെ മാതൃകകളുണ്ട്. മതജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, പൊതുജീവിതത്തിൽ, സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, കുടുംബ ജീവിതത്തിൽ, എല്ലാ മേഖലയിലും എവിടെയാ പ്രവാചകന് മാതൃകയില്ലാത്തത്? എല്ലാ രംഗത്തും പ്രവാചകന് മാതൃകയുണ്ടെന്ന് വിശ്വസിക്കുകയും ആ മാതൃകകളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്നു. നമുക്കൊന്നും പ്രവാചകന്മാരെ പോലെ ഉയരാൻ കഴിയില്ല. പക്ഷേ പ്രവാചകന്റെ മാതൃകയിലേക്ക് വളരാനുള്ള ശ്രമത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു തലത്തിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതാ ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം ഖുൽ അത്തിഉല്ലാഹ വർ-റസൂല ഫഇൻ തവല്ലൂ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഖുൽ, പ്രവാചകരെ നിങ്ങൾ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ ചങ്കിലെ ചോരയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെ പറയും. അള്ളാഹിനോടും റസൂലിനോടും ഒക്കെ വലിയ ഇഷ്ടമാണെന്ന് പറയും. ഖുർആൻ പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകരെ അവരോട് പറയണം, ഫത്തബിഊനി, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്റെ മാതൃകകൾ പിന്തുടരലാണ്. പ്രവാചകനോട് പറയാണ്, എന്റെ മാതൃക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മാതൃക പിന്തുടരലാണ്. അള്ളാഹുവോടുള്ള സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് മാതൃക പിന്തുടരാതെ പ്രവാചകന്റെ ജീവിതം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു,
പ്രവാചകന്റെ വ്യക്തി ജീവിതം, പ്രവാചകന്റെ ആത്മീയ ജീവിതം, പ്രവാചകന്റെ കുടുംബ ജീവിതം, പ്രവാചകന്റെ പൊതുജീവിതം എങ്ങനെയായിരുന്നോ എന്ന് പഠിക്കാൻ പോലും ശ്രമിക്കാതെ ഒരാൾക്കും പ്രവാചകന്റെ മാതൃക പിന്തുടരാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഖുർആൻ പറയാണ് ഫത്തബിഉനി, നിങ്ങൾ എന്നെ പിന്തുടരുക, പ്രവാചകനെ പിന്തുടരുക. എങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ സ്നേഹം കൈപറ്റാൻ സാധിക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു എല്ലാം പുറത്തു തരുന്നവനും എല്ലാ അർത്ഥത്തിലും കരുണ കാണിക്കുന്നവനുമാണ്. ഖുൽ അത്തിയുല്ലാഹ വറസൂല ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഖുൽ പ്രവാചകരെ നിങ്ങൾ പറയണം, അത്തിയുല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കണം. ഫഇൻ തവല്ലൗ, അവരെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, നിഷേധികളായ ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല. സഹോദരങ്ങളെ, റബീഉൽ അവ്വലിലും റബീഉൽ അവ്വൽ അല്ലാത്ത മാസങ്ങളിലും നമുക്ക് പ്രകടിപ്പിക്കാനുള്ള പ്രവാചക സ്നേഹത്തിന് 2 രൂപങ്ങളാണുള്ളത്. ഈ 1 മുതൽ 12 വരെ മാത്രം പരിമിതമായ പ്രവാചക സ്നേഹത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് നിരന്തരമായിട്ടൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതാണ്. പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അയാളുടെ ഉറക്കത്തിലും അയാളുടെ ഉണർച്ചയിൽ മുഴുക്കയും പ്രകടിപ്പിക്കേണ്ടതാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. റബീഉൽ അവ്വലിലും വേണം, റബീഉൽ അവ്വൽ അല്ലാത്ത മാസങ്ങളിലും വേണം. 2 രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, സ്വലാത്തും സലാമും ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രവാചകനോടുള്ള വൈകാരികമായ അടുപ്പം ശക്തിപ്പെടുത്തുക. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദിവ്യത്വത്തിലേക്ക് ഉയർത്തുന്ന യാതൊരു വാക്കും യാതൊരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. 2, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ സമ്പൂർണ്ണമായി ജീവിതത്തിൽ പിന്തുടരുക. പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പ്രഭാഷണ പരമ്പര കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഇന്നത്തോടുകൂടി ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ വരുന്ന 10 ദിവസങ്ങളിൽ മഗ്രിബ് മുതൽ ഇശാ വരെ, ഇശാ എന്ന് പറഞ്ഞാൽ 8:30 വരെയായിരിക്കും നമ്മുടെ പ്രഭാഷണ പരമ്പരയുണ്ടാവുക. മഗ്രിബ് മുതൽ 8:30 വരെയായിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിത മാതൃകകളെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിനനുസൃതമായിട്ടുള്ള ക്ലാസ്സുകളാണ്, ഉത്ബോധനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രഭാഷണ പരമ്പരയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. പ്രഭാഷകന്മാരെ നമ്മോട് വിശദീകരിക്കുന്ന ആ അർത്ഥത്തിൽ ഗൗരവത്തോടുകൂടി അതിനെ കണ്ടുകൊണ്ട് കുടുംബസമേതം കഴിയുന്ന സഹോദരങ്ങളെല്ലാം തന്നെ, സാധ്യമാവുന്ന ആളുകളെല്ലാം തന്നെ നമ്മുടെ
ഈ പരിപാടിക്ക് എത്തിപ്പെടണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ആരോഗ്യത്തോടുകൂടെയുള്ള, ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല മരണപ്പെട്ടു പോയ നമ്മിൽപ്പെട്ട നമ്മുടെ ബന്ധുക്കൾ, അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽക്കാർ എല്ലാവർക്കും അവൻ്റെ രാജസിംഹാസനത്തിൻ്റെ അർശിൻ്റെ നിഴൽ പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ ഗണത്തിലും, അതുപോലെ തന്നെ സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും, ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഫലസ്തീനിലെ സ്ത്രീകളെ, ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം അവരിൽ നീ പ്രത്യേകമായി വർഷിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, കടബാധ്യതകളിൽ നിന്ന്, സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പിരടികളെ നീ പൂർണ്ണമായും മോചിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിലും, പ്രയാസങ്ങളിലും, ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ രക്ഷപ്പെടുത്തി, മുഴുവൻ ആളുകളെയും പടച്ച തമ്പുരാനെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. عليكم السلام ورحمة الله وبركاته. الله أكبر الله.